ഈശ്വർ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നു ഏതാണ്ട് 3-4 വർഷങ്ങൾക്ക് മുമ്പ്, മകരവിളക്ക് തെളിയിക്കുവാൻ വേണ്ടിയിട്ടുള്ള അവകാശം മലയരയർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് സമരം നയിച്ച ഒരാളാണ് താങ്കൾ. ഏതാനും ദിവസങ്ങൾക്ക്, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആഴ്ച കേരള സംസ്ഥാന മുഖ്യമന്ത്രിയെയും താങ്കളുടെ നേതൃത്വത്തിലുള്ള ആൾക്കാർ ഈ ഒരു വിഷയവുമായി പോയി കാണുകയുണ്ടായി. എന്താണ് സംസ്ഥാന ഗവൺമെന്റിന് ഇതിനോടുള്ള സമീപനം? സംസ്ഥാന ഗവൺമെന്റ് വളരെ പോസിറ്റീവ് സമീപനമാണ്. ഇത് കേരള സംസ്ഥാന SC/ST കമ്മീഷൻ എന്റെ പരാതിയിന്മേൽ കേസെടുത്തതാണ്. ഈ ഒക്ടോബർ 25-നാണ് ഈ കേസിന്റെ ഹിയറിംഗ്. അതായത് മകരജ്യോതി എന്ന ജനുവരി 14-ന് 6:56 ഉദിക്കുന്ന സിറിയസ് നക്ഷത്രം വരുമ്പോൾ പൊന്നമ്പലമേട് എന്ന സ്ഥലത്ത് മകരവിളക്കെന്ന ദീപാരാധന നടത്തിയിരുന്ന മലയരയന്മാരാണ്. ബ്രിട്ടീഷുകാരുടെ രേഖകളിൽ വാർഡ് ആൻഡ് കോർണറിൽ 137-ാം നമ്പർ പേജിൽ മലയരയന്മാരെ കുറിച്ച് വളരെ ഗ്ലോയിങ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അയ്യപ്പനുമായിട്ട് അവർക്കുള്ള ബന്ധം, അവർ പലപ്പോഴും അയ്യപ്പന്റെ പേര് പോലും എടുക്കൽ, അത്രമാത്രം അടുപ്പമാണ് ഉള്ളത്. അവിടെ നായർ, മലയരയർ ഈ 2 സമുദായങ്ങളെയാണ് കണ്ടിരുന്നത്. അപ്പൊ മലയരയർക്ക് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഒരു 70 വർഷത്തിന് ശേഷം, ഞാൻ ഗംഗാരൻ സാറ്, ശ്രീ PK സജീവ്, ശ്രീ ശ്രീനിവാസനൊക്കെ ഉള്ള ഒരുപാട് പേര് അതിൽ ഇതാണ്. അപ്പോൾ മുഖ്യമന്ത്രി അടക്കം നിയമസഭയിൽ റേസ് ചെയ്തു, വലിയൊരു പോസിറ്റീവ് കാര്യമാണ്. നിയമസഭയിൽ റേസ് ചെയ്തു. കടകംപള്ളി സാർ വളരെ സപ്പോർട്ടീവ് ആയിരുന്നു, ശ്രീ പിണറായി വിജയൻ വളരെ സപ്പോർട്ടീവ് ആയിരുന്നു, ശ്രീ PC ജോർജ്, ശ്രീ O രാജഗോപാൽ ഒക്കെ അതിന് വളരെ, രാജു എബ്രഹാം ഒക്കെ പിന്തുണ പ്രഖ്യാപിച്ചു. അപ്പോൾ ഒരു 70 വർഷത്തിന് ശേഷം മകരവിളക്കിന്റെ അവകാശം ഇത്തവണ മലയരയർക്ക് കിട്ടും. ആ കിട്ടുന്നതിനുള്ള ചരിത്രപരമായ ഒരു പോരാട്ടം ഈ വർഷം ഉണ്ടാകും. ഇത് ഞങ്ങളുടെ എല്ലാം വിശ്വാസം. പന്തളം, തിരുവിതാംകൂർ, അവിടുത്തെ അമ്പലപ്പുഴ, ആലങ്ങാട് സംഘങ്ങൾ, മലയരയന്മാരടക്കമുള്ളവരിലേക്ക് കൂടുതൽ ഉത്തരവാദിത്വവും അവകാശങ്ങളും എത്തിച്ചേരുന്നതിന് ഒരു ആദ്യ പടിയായിരിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. ദേവസ്വം ബോർഡ് എന്ന അഡ്മിനിസ്ട്രേറ്റീവ് ബോഡിക്ക് എന്തിനീ കടുപ്പെടുത്തൽ? ഇത് ചരിത്രത്തിൽ നമ്മുടെ ഒരു തെറ്റുണ്ട്. ഇത് ഇവര് പുറത്താക്കിയപ്പോൾ ഞങ്ങൾക്കെല്ലാം പറ്റിയൊരു തെറ്റാണ്. അതായത് തുറന്നു പറയുന്നതിന് മടിയില്ല. കേരളത്തിലെ ബ്രാഹ്മണ സമൂഹത്തിനും നായർ സമുദായത്തിനും ഈഴവ സമുദായത്തിനും ഡോമിനന്റായി നിൽക്കുന്ന കമ്മ്യൂണിറ്റികൾക്ക് ചരിത്രത്തിൽ പറ്റിയ തെറ്റാണ്, ശ്രദ്ധക്കുറവാണ്. നമ്മുടെ സഹോദരന്മാരായ മലയരയന്മാരെ അവിടെ നിന്ന് ഇറക്കി വിട്ടപ്പോ നമ്മൾ അവർക്ക് വേണ്ടി നിന്നില്ല എന്നുള്ള ചരിത്രത്തിന് നമ്മുടെ തെറ്റാണ്. ഇപ്പോ ഒരു അവസാന സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ്. പ്രയാർ ഗോപാലൻ സാറൊക്കെ അതിനോട് ഒരു പകുതി യെസ് പറയുന്ന മനോഭാവമാണ്. ഇനി എങ്ങനെയാണ് ആ കേസ് വരുന്നതെന്ന് അറിയില്ല. പക്ഷേ ഇത് ദേവസ്വം ബോർഡും ഒരു ഏകശിലാരൂപമല്ല, വെളിയിൽ നിന്ന് കാണുമെങ്കിലും ദേവസ്വത്തിൽ അവരുടേതായ ഓഫീസിന്റെ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ട്, ഓഫീസർമാരുണ്ട്, അവർക്ക് താല്പര്യങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് പേര് എതിരെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇപ്രാവശ്യം അയ്യപ്പൻ കരിഞ്ഞ് ഇവരിലേക്ക് എത്തണമെന്നും നമ്മുടെ ചരിത്രത്തിന്റെ ചില ലതാർജികളും ചരിത്രത്തിന്റെ ചില അലസതകളും സൂക്ഷ്മതക്കുറവുകളും മാറി മലയരയന്മാർക്ക് കിട്ടും എന്നുള്ളതാണ്. ഒരു പക്ഷേ ഞാൻ പ്രേക്ഷകർക്കും താല്പര്യമുള്ള ഒരു കാര്യമായിരിക്കും, ഇത്തരത്തിൽ ആചാരപരമായ ഒരു പ്ലേസ് ഉള്ള ചരിത്ര രേഖകളിലുള്ള മലയരയർക്ക് ദേവസ്വം ബോർഡ് മുന്നോട്ട് വയ്ക്കുന്ന ന്യായീകരണം എന്താണ് കൊടുക്കാതിരിക്കുന്നതിന്? ഞാൻ ആരെയും കുറ്റം പറഞ്ഞു പറയല്ല, പക്ഷെ ഒരു ന്യായീകരണവുമില്ല. ഇപ്പൊ അവിടെ മലയരയന്മാരില്ല എന്നാണ് പറയുന്നത്. എന്ത് ആ വാദഗതിയൊക്കെ വളരെ വളരെ വിഷമകരമാണ്. അവിടെ നിന്ന് അവരെ അടിച്ചിറക്കിയിട്ട് ഇപ്പൊ അവരില്ല, അതുകൊണ്ട് അവർ ചെയ്യേണ്ട, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യും എന്ന് തെറ്റിദ്ധരിക്കുന്ന എല്ലാവരും അല്ല, ദേവസ്വം ബോർഡിലെ ഒരു വിഭാഗമുണ്ട്. അത് നമ്മുടെ ചരിത്രത്തിന്റെ ചില തെറ്റുകളാണ്, ചരിത്രത്തിന്റെ ചില ഒരു വരി കൂടെ ചേർത്ത്. നമ്മുടെ ഏറ്റവും വലിയ ന്യൂനത ശബരിമലയുടെ മാത്രമല്ല, നമ്മുടെ എല്ലാ അമ്പലങ്ങളുടെയും ന്യൂനത അറിയുമ്പോൾ പലർക്കും അത്ഭുതം ഉണ്ടാവും. പക്ഷേ ഒരൊറ്റ ചരിത്ര പുസ്തകം, ഇപ്പൊ സുപ്രീം കോടതിയിലെ കേസിലടക്കമാണ്, ഒരൊറ്റ ചരിത്ര പുസ്തകം, ഭക്തി പുസ്തകമല്ല, ചരിത്ര പുസ്തകം അവൈലബിൾ അല്ല. എന്ത് സംഭവിച്ചു, എങ്ങനെ ഉണ്ടായി, രേഖ, ചെമ്പ് പട്ടയം തുടങ്ങിയ കാര്യങ്ങൾ പറയുന്ന ഒരു ചരിത്രാവബോധം ഇന്ത്യയിലെ ജനങ്ങൾക്ക് പല കാര്യങ്ങൾക്കും കുറവാണ്. ഗംഗാർ സാർ പറഞ്ഞ പോലെ നമ്മൾ മലയരയന്മാരെ മറന്നുപോയതാണ്, നമ്മൾ അയ്യപ്പനെ മറന്നുപോയതാണ്. അയ്യപ്പനെ കുറിച്ച് ഇതുവരെ ഏകദേശം 900 വർഷം മുമ്പാണ് അയ്യപ്പൻ ജീവിച്ചിരുന്നത്. കാര്യം പന്തളത്തെ രാജകുമാരനെ ജനിച്ചതാണ്, അവർ പാണ്ഡ്യ വംശജരാണ്. നമ്മുടെ നാട്ടിൽ വന്ന ഈ 900-1000 വർഷങ്ങളായി നിന്ന അയ്യപ്പനെ, വാവരെ, വെളുത്തയെ നമ്മൾ മറന്നുപോയി. അതുകൊണ്ടാണ് ചില ആൾക്കാർ വാവരില്ല എന്ന് പറയുമ്പോൾ അവരുടേതായ അജണ്ടകൾ പുഷ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ വാവരെന്ന് പറഞ്ഞാൽ മുസ്ലിം സുഹൃത്താണ്, വെളുത്ത ക്രിസ്ത്യൻ സുഹൃത്താണ്, അയ്യപ്പന്റെ ചരിത്രാസ്തിത്വം ഉണ്ട്. ഇത് പലപ്പോഴും മറന്നുപോയി. ഈ സ്മൃതിനാശം, ഈ അൽസൈമേഴ്സ് ആണ് നമ്മുടെ ഈ ഇന്ത്യക്ക് പറ്റിയിരിക്കുന്ന വലിയ പോരായ്മകളിലൊന്ന്. അത്തരം കാര്യങ്ങൾ പരിഹരിക്കാൻ കൂടിയുള്ള ശ്രമമാണ് ഇത്തരം നീക്കങ്ങൾ. വ്യക്തമാണ്. ശശികുമാർ പറയാനുള്ളത്? ഈശ്വർ പറഞ്ഞ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അൽഷിമേഴ്സ് ചോദിച്ച എല്ലാം മറന്നുപോയി. നമ്മൾ ആരായിരുന്നു, എവിടുന്ന് വന്നു, നമ്മുടെ സുഹൃത്തുക്കൾ ആരാണ്, എൻ്റെ അമ്മ ആര്, അച്ഛൻ ആര്, നമ്മുടെ സംസ്കാരം എന്താ, അതുപോലും അറിയാൻ വയ്യാതായി കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ അതൊന്ന് തിരിച്ചു കൊണ്ടുവരാൻ ഇപ്പോൾ ഞങ്ങൾ നടത്തുന്ന ശ്രമം വിജയിക്കുമെന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ട്. അതിനുവേണ്ടി ഞങ്ങളും വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കും. അവിടെ ഒരു ശുദ്ധികലശത്തിന്റെ ആവശ്യമുണ്ട്. ആരും അതിനെ എതിർപ്പുണ്ടെന്ന് പറയും. എല്ലാ അർത്ഥത്തിലും ഒരുപാട് കാര്യങ്ങളിലൂടെ ഒരു ശുദ്ധികലശത്തിന്റെ ആവശ്യമുണ്ട്.